Dear students, welcome to the new session on Advanced Management Accounting. Advanced Management Accountingിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്? സോ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ ഡിവിഷൻ്റെയും റെസ്പോൺസിബിലിറ്റി ഒരു പർട്ടിക്കുലർ മാനേജർക്ക് അല്ലെങ്കിൽ ഡിവിഷണൽ മാനേജർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നോക്കാം, അണ്ടർ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻ ഓർഗനൈസേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിവിഷൻസ്. ഈച്ച് division is called a responsibility center. Each division or responsibility center under the control of a divisional head or manager. These divisional heads are responsible for controlling the activities of their respective division or centers. So responsibility center എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നടക്കുന്നത് എന്താണ്, ഒരു ഡിവിഷനായിട്ട് മൊത്തം ഓർഗനൈസേഷനെ ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ ഡിവിഷനെയും പറയുന്ന പേരെന്താണ്, റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് എന്നുള്ളതാണ്. ഈ റെസ്പോൺസിബിലിറ്റി സെൻറ്ററുകളിൽ ആക്ടിവിറ്റിക്കും കോസ്റ്റിനുമുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഡിവിഷൻ്റെ ഹെഡിനാണ്. ഡിവിഷണൽ ഹെഡ് അല്ലെങ്കിൽ ഡിവിഷണൽ മാനേജറാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കാം. So responsibility accounting is a system of collecting and reporting accounting information in terms of responsibility centers. It is an accounting system that holds each manager responsible for those activities and costs which are under his or her direct control. സോ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയുള്ള സിസ്റ്റമാണ്? ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിലെയും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോസ്റ്റ് ഇൻഫർമേഷൻസ്. സോ കോസ്റ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത്? ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെയും മാനേജേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇനി റോബർട്ട് ആൻ്റണിയുടെ ഒരു ഡെഫിനിഷൻ നോക്കാം. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ദാറ്റ് കളക്ട് ആൻഡ് റിപ്പോർട്ട് ബോത്ത് പ്ലാൻഡ് ആൻഡ് ആക്ച്വൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ടേംസ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. സോ അവിടെ ഒരു ടേം വന്നു, പ്ലാൻഡ് ഇൻഫർമേഷൻസ്. സോ പ്ലാൻഡ് ആൻഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നാണ് അവിടെ പറയുന്നത്. സോ അവിടെ പ്ലാൻഡ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സുമായിട്ട് നമ്മളെ ആക്ച്വൽ പെർഫോമൻസിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എത്രത്തോളം ഡീവിയേഷൻസ് വന്നു എന്നുള്ളത് അല്ലെങ്കിൽ വാരിയേഷൻസ് വന്നു എന്നുള്ളത് ഹയർ അതോറിറ്റിക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് റോബർട്ട് ആൻ്റണി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമുള്ളത് എന്താണ്, ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഡിവിഷണൽ മാനേജേഴ്സിന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓർഗനൈസേഷൻ്റെ കോസ്റ്റിനെ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെയും അണ്ടറിൽ ഡിവൈഡ് ചെയ്യണം. ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിന് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓഫ് കോസ്റ്റിൽ പറയുന്നത്. ദെൻ ഡിവിഷൻ ഓഫ് കോസ്റ്റ്, ദാറ്റ് മീൻസ് ഡിവിഷൻ ഓഫ് കോസ്റ്റ് നമ്മൾ പറയുന്നത് മൊത്തം കോസ്റ്റിനെ വാരിയബിൾ കോസ്റ്റ് എന്നും ഫിക്സ്ഡ് കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. വാരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്, നമ്മൾ ഡിഫറൻസ് അറിയാമല്ലോ. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സ്ഡ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് ആ ഒരു കോസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടിരിക്കും. അതിൻ്റെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കും, വാരി ചെയ്യുകയും ചെയ്യും. എന്നാൽ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കും. എന്തിൻ്റെ ബേസിലാണ്, പ്രൊഡക്ഷൻ ബേസിൽ അല്ലെങ്കിൽ വോള്യൂമത്തിൻ്റെ ബേസിൽ വാരിയബിൾ കോസ്റ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. സോ നമ്മൾ ഈ കൺട്രോളിങ് നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു കോസ്റ്റ് എങ്ങനെയുള്ള കോസ്റ്റിൻ്റെ നാച്ചർ അറിഞ്ഞിരിക്കണം. അത് വാരിയബിൾ കോസ്റ്റ് ആണോ ഫിക്സ്ഡ് കോസ്റ്റ് ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഡിവിഷൻ ഓഫ് കോസ്റ്റിംഗ് നടത്തുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. അതായത് ഈ ഒരു ഡിവിഷണൽ മാനേജേഴ്സും അവരുടെ ഡിവിഷൻ്റെ അണ്ടറിൽ വരുന്ന വാരിയേഷൻസിന് എന്ത് ചെയ്യണം,
അവരുടെ സുപ്പീരിയേഴ്സിന് അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിലേക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അതാണ് പെർഫോമൻസ് റിപ്പോർട്ടിൽ വരുന്നത്. സോ അവിടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ടാണ് ആക്ച്വൽ പെർഫോമൻസിനെ, അതായത് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റും തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്യുകയും ചെയ്യും. ദെൻ ഈ ഡിവിഷണൽ മാനേജേഴ്സ് ചെയ്യേണ്ടതാണ് ഈ ആക്ച്വൽ കോസ്റ്റിനെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും വാരിയേഷൻസ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഹയർ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്ലിയർ കട്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. സോ ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എപ്പോൾ മാത്രമായിരിക്കും, ഇതൊരു ക്ലിയർ കട്ട് അതോറിറ്റി സ്ട്രക്ചർ ആ ഓർഗനൈസേഷനിൽ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും അതിനൊരു സക്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോഴാണ് ഇങ്ങനെ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനും അതിനൊരു ഡിവിഷണൽ മാനേജേഴ്സിനെ അസൈൻ ചെയ്യാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്, കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. അതായത് കൺട്രോളബിൾ കോസ്റ്റും അൺകൺട്രോളബിൾ കോസ്റ്റും ഉണ്ട്. ആ കൺട്രോളബിൾ കോസ്റ്റിനെയും അൺകൺട്രോളബിൾ കോസ്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതിൽ നമുക്ക് എന്തിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോളബിൾ കോസ്റ്റിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് റിലേറ്റഡ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വിധത്തിലുള്ള കൺട്രോളിങ് നടത്താൻ പറ്റില്ല. അത് അൺകൺട്രോളബിൾ കോസ്റ്റാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. സോ നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റുകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ലേബേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി കൊണ്ട് കോസ്റ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ്. സോ അങ്ങനെ കോസ്റ്റുകളെ കൺട്രോളബിൾ കോസ്റ്റ് എന്നും അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, കൺട്രോളബിൾ കോസ്റ്റിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, അക്കൗണ്ടിങ് ഫങ്ഷനാണ് നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബേസിക് ഫ്രെയിം വർക്കാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഹ്യൂമൻ ആസ്പെക്ട്. അതായത് ഈ ഒരു മെക്കാനിസം കൃത്യമായിട്ട് നടക്കുന്നതിലൂടെയാണ് ഹ്യൂമൻസിലൂടെയാണ് അല്ലേ. സോ അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, മോട്ടിവേറ്റിംഗ് പീപ്പിൾ എന്നുള്ളതാണ്. സോ അവരെ ബ്ലെയിം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ രീതിയിൽ അവരെ പനിഷ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമല്ല, പക്ഷെ മറിച്ച് എന്താണ്, ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഇത്രയാണ്, പക്ഷെ നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസ് ഇത്രയേ ഉള്ളൂ. സോ ഇത്ര കൂടി എന്ത് വേണം, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കണം എന്നുള്ളതൊക്കെ ഒരു പോസിറ്റീവ് മോട്ടിവേഷനാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്. അതായത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റാണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഡെമോക്രാറ്റിക് സ്റ്റൈലായിരിക്കണം. ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഉണ്ടെങ്കിൽ മാത്രം, ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിൽ അവിടുത്തെ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്ന ഒരു സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലേ. സോ അങ്ങനെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിനും ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റ് കൺട്രോളിങ്ങിന് അല്ലെങ്കിൽ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കണം. സോ അവിടെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഡിവിഷണൽ മാനേജേഴ്സിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റം സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. നമുക്കറിയാം മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ MBE എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ബാക്കിയിട്ടുള്ള നോൺ കോർ ആക്ടിവിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിലും ചെയ്യുന്നത് എന്താണ്, ഇത്തരത്തിലൊരു പ്രോസസ്സാണ് അവിടെ നടത്തുന്നത്. മാനേജ്മെൻറ്റ് എന്താണ്, കോർ ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്യുകയും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
നെക്സ്റ്റ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഒരുപാട് സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡ് ദ ഓർഗനൈസേഷൻ ടു വാരിയസ് സെഗ്മെൻറ്റ് കോൾഡ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. ആദ്യം എന്ത് ചെയ്യണം? ഓർഗനൈസേഷനെ ഒരുപാട് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഡിവിഷനെ പറയുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. നെക്സ്റ്റ് എന്താണ്? അസൈൻ ദ ചാർജ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ടു എ പെർട്ടിക്കുലർ മാനേജർ. അതായത് എന്താണ്? ഈ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെയും ചാർജ് എന്ത് ചെയ്യുക? ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഈ ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? റെസ്പോൺസിബിലിറ്റി ഡിവിഷൻ അല്ലെങ്കിൽ ഡിവിഷണൽ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഫിക്സ് ടാർഗറ്റ് ഫോർ ഈച്ച് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ കൺസേൺഡ് മാനേജേഴ്സ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ. സോ എന്ത് ചെയ്യുക? റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിന് ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനും ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതെന്ത് ചെയ്യുക? ആ ഒരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെ മാനേജറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ പർട്ടിക്കുലർ ടാർഗറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറഞ്ഞത്. സോ ഓരോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഇൻട്രൊഡ്യൂസ് ആൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടു എൻഷുർ പ്രോപ്പർ സർക്കുലേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു വാരിയസ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. സോ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. എങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ. അതായത് പ്രോപ്പറായിട്ട് ഈ ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ പ്രോപ്പറായി നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. ഓക്കെ. നെക്സ്റ്റ്, specify controllable and non-controllable activities at various levels of responsibility. So controllable activitiesൻ്റെയും നോൺ കൺട്രോളബിൾ ആക്ടിവിറ്റീസിൻ്റെയും ഒരു സെപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ സ്പെസിഫൈ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? കമ്പയർ ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ ടാർഗറ്റ്. സോ ഓരോ ഡിവിഷനും കൊടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ടാർഗറ്റ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. ആ ടാർഗറ്റ് പെർഫോമൻസ് വെച്ചുകൊണ്ട് അവരുടെ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? അനലൈസ് ദ വാരിയൻസ് ഫ്രം ദ ബജറ്റഡ് പ്ലാൻ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഓൺ ദ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. നെക്സ്റ്റ് എന്താണ് നടക്കുന്നത്? അനാലിസിസ് ഓഫ് വാരിയൻസ് ആണ്. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ബേസിൽ സ്റ്റാൻഡേർഡും ആക്ച്വലും കമ്പയർ ചെയ്യുന്ന സമയത്ത് വാരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സോ അങ്ങനെ വാരിയേഷൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഹയർ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ബൈ മാനേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു ദ ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിൾ. സോ ഇതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? ഹയർ അതോറിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും അതെന്ത് ചെയ്യും? ആ ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ഡിവിഷൻ്റെ മാനേജർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? പ്രിപ്പയർ പെർഫോമൻസ് റിപ്പോർട്ട് ഫോർ ഈച്ച് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദോസ് ഹു വിൽ യൂസ് ദം. ആൻഡ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫീച്ചറായി പറയുന്നത് എന്താണ്? പെർഫോമൻസ് റിപ്പോർട്ടുകൾ. ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിൻ്റെയും പെർഫോമൻസ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ്, എസെൻഷ്യൽസ് ഓഫ് ആൻ ഇഫക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ്. സോ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ സക്സസ്സിന് വേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള അതോറിറ്റി റെസ്പോൺസിബിലിറ്റി വേണം. ഓക്കെ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ആണ്. അതായത് ഓർഗനൈസേഷന് ഡിവിഷൻസ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിനും ഒരു പർട്ടിക്കുലർ ഡിവിഷണൽ മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? റിയലിസ്റ്റിക് ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യണം. ഓരോ ഡിവിഷനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ ആ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള പെർഫോമൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ തന്നിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ടാർഗറ്റും ആക്ച്വലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പെർഫോമൻസിന് കമ്പയർ ചെയ്തുകൊണ്ട് വാരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹയർ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്, സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ് എന്താണ്? ഈ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ സക്സസ്സിന് എസെൻഷ്യൽ എലമെൻ്റാണ്. കാരണം ഈ ഒരു
ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് അവരുടെ സബോർഡിനേറ്റിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സബോർഡിനേറ്റിന് വേണ്ട കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. സോ അവരുടെ സപ്പോർട്ടും നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽത്തി ഓർഗനൈസേഷണൽ എൻവിയോൺമെൻറ്റ്. സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റും അവിടുത്തെ സബോർഡിനേറ്റും തമ്മിലൊരു ഹെൽത്തിയസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ് പറയുന്നത്. അഡ്വാൻറ്റേജിൽ ആദ്യം പറയുന്നത് എന്താണ്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ പറയുന്നത് എന്താണ്? സോ ഇത്തരത്തിലൊരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് ഉണ്ടാവുന്ന സമയത്ത്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും? അതോറിറ്റീസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു ഡിവിഷണൽ ഹെഡിന് മാനേജ്മെൻറ്റ് അതോറിറ്റിയും അതുപോലെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതുവഴി എന്താണ്? ഒരു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോസ്റ്റ് കൺട്രോൾ. സോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് കൺട്രോൾ മെക്കാനിസമാണ്. അതായത് ഓരോ ഡിവിഷൻ്റെയും കോസ്റ്റുകൾ ആ ഡിവിഷണൽ മാനേജേഴ്സ് എന്ത് ചെയ്യുകയാണ്? കൺട്രോൾ ചെയ്യുകയാണ്. സോ അങ്ങനെ ഒരു കോസ്റ്റ് കൺട്രോൾ മെക്കാനിസമാണ് അത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും അല്ലെങ്കിൽ ഡിവിഷൻ്റെയും പെർഫോമൻസ് എന്താണ്? ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ്. നെക്സ്റ്റ് എന്താണ്? പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ്. ഇങ്ങനെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും അതുപോലെ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുകയും എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാണ്? ഹയർ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. നെക്സ്റ്റ് എന്താണ്? എഫിഷ്യൻറ്റ് ബജറ്ററി കൺട്രോൾ. എഫിഷ്യൻറ്റ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബജറ്ററി കൺട്രോൾ, അതായത് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആവില്ല എങ്ങനെയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ ഇല്ലെങ്കിൽ. സോ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഇഫക്റ്റീവ് ബജറ്ററി കൺട്രോളിങ്ങിൻ്റെ ബേസിസ് ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇംപ്രൂവ്സ് പ്രോഫിറ്റബിലിറ്റി. അതായത് പെട്ടെന്ന് തന്നെ വാരിയേഷൻസ്, ഓരോ ഡിവിഷൻ്റെയും വാരിയേഷൻസ് കണ്ടെത്തിയിട്ട് അതിന് റെമഡിയൽ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് എന്താണ്? ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യപ്പെടുകയാണ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനാണ്. അതായത് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അവർക്ക് എന്ത് ചെയ്താൽ മതി? കോർ ആക്ടിവിറ്റീസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള നോൺ കോർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്ത് കൊടുക്കാം? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ദെൻ ഇംപ്രൂവ് പെർഫോമൻസ്. സോ ഇങ്ങനെ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ ഈ സിസ്റ്റം യൂസ്ഫുൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് ആൻഡ് ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? അതായത് നമ്മൾ കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ഐറ്റംസിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. സോ ഇതൊരു പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് വൺ ഓഫ് ദ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഓരോ ഡിവിഷൻസും ഡിവിഷൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ ഡിവിഷൻ്റെ ടാർഗറ്റും ഓർഗനൈസേഷൻ്റെ ടാർഗറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഇലാബറേറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇലാബറേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു മെക്കാനിസം സക്സസ്ഫുൾ ആവുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഇലാബറേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്? കോസ്റ്റ്ലി അഫെയർ ആണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട്, ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ ഈ ഒരു മെക്കാനിസത്തിൻ്റെ എൻഡിൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല എന്നുള്ളതാണ്. കാരണം കൂടുതൽ ഇറലവൻറ്റ് ഇൻഫർമേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ആ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ പാടുള്ളൂ. സോ ആ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു കൂടുതൽ കെയർ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, റെസിസ്റ്റൻസ് ഫ്രം ദ വർക്കേഴ്സ്. അതായത് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ചിലപ്പം എന്ത് ചെയ്യാം? വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
അതാണ് അവിടെ പറയുന്നത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് റിജിഡ്ലി എൻഫോഴ്സ്ഡ് അസിസ്റ്റൻസ് ഫ്രം ദ വർക്കേഴ്സ്. ഒരു പുതിയ സിസ്റ്റം എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ റെസിസ്റ്റൻസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഫിക്സേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അതായത് എന്താണ് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ഡിഫിക്കൽട്ടിയാണ് എന്നുള്ളതാണ് ലാസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്.